ലോക അത്ഭുതങ്ങളിലൊന്നായ പിരമിഡുകളെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര നിർമ്മിതി സത്യത്തിൽ ശവകുടീരങ്ങളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാകും. പുരാതന കാലഘട്ടത്തിൽ തന്നെ ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യവും കലാപാരമ്പര്യവും മനുഷ്യൻ കൈവരിച്ചതിൻ്റെ ശക്തമായ തെളിവുകളാണിവ. ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ പുരാതന മനുഷ്യൻ നിർമ്മിച്ച ലോകാത്ഭുതം ഖുഫു എന്ന ഫറവോ ഗിസയിൽ നിർമ്മിച്ച പിരമിഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. നദീതട സംസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായ നൈൽ നദീതട സംസ്കാരത്തിലെ മനുഷ്യൻ കാലക്രമേണ വലിയ ദൈവവിശ്വാസികളായി മാറിയ കാലം. അവരുടെ വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ടത് മരണാനന്തര ജീവിതമായിരുന്നു. ഭൂമിയിൽ ജീവിച്ച സമയമത്രയും തൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം ഈ മരണാനന്തര ജീവിതത്തിന് മാത്രമായി മാറി. അവരുടെ ഈ വിശ്വാസങ്ങളാണ് പിരമിഡുകളായി മാറിയത്. മരണാനന്തര ജീവിതത്തിന് ശരീരം അത്യാവശ്യമാണെന്ന് കരുതിയ അവിടുത്തെ മനുഷ്യർ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പലതും ചെയ്തു. ശവകൂടാരത്തിന് മുകളിൽ വലിയ പാറകൾ കയറ്റിവെച്ചു. മൺകട്ടകൾ ഉപയോഗിച്ച് ചതുരാകൃതിയിൽ മസ്തബ എന്ന് വിളിക്കപ്പെടുന്ന ശവക്കല്ലറകൾ നിർമ്മിച്ചു. ഇതാണ് പിരമിഡുകളായി രൂപം പ്രാപിച്ചത്. ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറവോകൾ ദൈവത്തിനും സാധാരണക്കാർക്കും ഇടയിലെ ഇടനിലക്കാരായി വിലയിരുത്തപ്പെട്ടു. ഈജിപ്തിലെ മുഴുവൻ ഭൂമിയും മറ്റെല്ലാ അധികാരങ്ങളും ഫറവോകൾക്കായിരുന്നു. മരണശേഷം ഫറവോ ദൈവമായി മാറുമെന്ന് ഇവർ വിശ്വസിച്ചു. അവർക്ക് ഫറവോകളുടെ ശവശരീരം കൃത്യമായി സൂക്ഷിക്കേണ്ടിയും വന്നു. വിചിത്രമായ രീതിയിൽ അവർ അത് നടപ്പാക്കി. മമ്മിഫിക്കേഷൻ എന്ന പ്രക്രിയ വഴി മമ്മികളായി സൂക്ഷിച്ചു. ആദ്യം മൂക്കിലൂടെ ഒരു ആയുധം ഉപയോഗിച്ച് തലച്ചോറ് പുറത്തെടുക്കും. ശേഷം വയറ് കീറി ആന്തരാവയവങ്ങൾ ഉണക്കി സൂക്ഷിക്കും. അത് കഴിഞ്ഞ് ഹൃദയം മാത്രം ഉണക്കിയ ശേഷം വീണ്ടും തുന്നിച്ചേർക്കും. മണലും ലിനൻ തുണികളും ശരീരത്തിൽ നിറയ്ക്കും. സുഗന്ധ തൈലത്തിൽ മുക്കിയ ലിനൻ തുണികൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ പൊതിയും. ശേഷം ഒരു പെട്ടിയിൽ ഇവ അടക്കം ചെയ്യും. കൂടെ ഫറവോ ഉപയോഗിച്ച സകല വസ്തുക്കളും സംസ്കരിക്കും. മസ്തബ എന്ന ശവക്കല്ലറകൾ പിരമിഡുകളായി മാറുന്നത് ജോസർ എന്ന ഫറവോയുടെ കാലത്താണ്. അദ്ദേഹം ഒരു മസ്തബയ്ക്ക് പകരം 6 മസ്തബകൾ മുകളിലായി നിർമ്മിച്ച് ഇതാണ് പിന്നീട് പിരമിഡിന്റെ ആദ്യ രൂപമായി മാറുന്നത്. പിന്നീട് നെഫ്രോ എന്ന ഫറവോ നിർമ്മിച്ച ബെൻഡ് പിരമിഡ് കാണാം. ശേഷം കൃത്യമായ പ്ലാനിങ്ങോടെ 105 മീറ്റർ നീളമുള്ള പിരമിഡുകൾ ഈജിപ്തിൽ ഇന്നും കാണാവുന്നതാണ്. മകനായ ഖുഫു നിർമ്മിച്ച ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി സ്ഥിതി ചെയ്യുന്നു. പിരമിഡുകളുടെ നിർമ്മാണം ചരിത്രത്തിലെ വലിയ ചർച്ചകൾക്കുള്ള വിഷയമായിരുന്നു. ഇത്രയും വലിയ മഹാസൃഷ്ടികൾ നിർമ്മിക്കാൻ ഈജിപ്തുകാർക്ക് എങ്ങനെ സാധിച്ചു എന്നതായിരുന്നു ചോദ്യം. പ്രാചീന കാലഘട്ടത്തിൽ നൈൽ നദി ഈ പിരമിഡുകൾക്ക് സമീപത്തായി ഒഴുകിയിരുന്നു എന്നതാണ് പുതിയ കണ്ടെത്തൽ. പിന്നീട് ഗതി മാറി ഒഴുകുകയോ വറ്റിപ്പോവുകയോ ചെയ്തതായിരിക്കാം. ഉപഗ്രഹ ചിത്രങ്ങളും ഭൗമ സർവേകളും ഇത് കണ്ടെത്തി. ഈജിപ്തിൽ 118 പിരമിഡുകളും സമീപ പ്രദേശമായ സുഡാനിൽ 200ഓളം പിരമിഡുകളും കാണാം. ചുണ്ണാമ്പ് കല്ലും ഗ്രാനൈറ്റും ഉപയോഗിച്ചാണ് ഈ ജാമിതീയ രൂപം നിർമ്മിച്ചത്. ക്വാറികളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന വലിയ കല്ലുകൾ തടികൊണ്ട് നിർമ്മിച്ച പരന്ന സ്ട്രക്ചറിൽ വെച്ച് ഒരുപാട് ആളുകൾ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നു. യാത്ര സുഗമമാക്കാൻ ഒരാൾ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് നിലത്ത് മണ്ണിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ടേയിരിക്കും. ചുമർ ചിത്രങ്ങളിൽ നിന്നും ഇതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അടിമകളെ ഉപയോഗിച്ചല്ല, മറിച്ച് 10,000 കണക്കിന് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പിരമിഡുകൾ ഇന്നും ചരിത്രകാരന്മാരെയും സഞ്ചാരികളുടെയും മുഖ്യ ആകർഷണമാണ്. പലതവണ പഠനങ്ങൾക്കും പല പരീക്ഷണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ നിർമ്മിതി പുരാതന ഈജിപ്തുകാരുടെ വൈദഗ്ധ്യം തെളിയിക്കുന്നു. തുടർന്നും പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.